അടിസക്കെ പഞ്ഞിക്കാരനാണ്. കോരിച്ചൊരിയുന്ന മഴ, നല്ല തണുത്ത കാലാവസ്ഥ, ഇരുണ്ടുമൂടി അന്തരീക്ഷം. എല്ലാരും വല്ലോട്ട് ഒറ്റ കാര്യം വന്ന് എന്താണ് നല്ല ചൂട് മന്തി കഴിക്കണം. ഈ മഴയത്ത് പോയി വാങ്ങൽ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ നേരെ കേട്ടോണിലോട്ട് വിളിച്ചെങ്കിൽ അവർ നേരെ നമ്മുടെ അടുത്ത് സാധനം എത്തിച്ചേരും. നല്ല ആവി പറക്കുന്ന ചൂടോടുകൂടി വേണമല്ലോ കഴിക്കാൻ. ഇനി കഴിക്കുന്നതിന് വല്ല വെറൈറ്റി വേണം. ഇപ്പൊ റീൽസിലൊക്കെ കാണുമ്പോൾ വാഴല വെട്ടി കാലാവസ്ഥ അനുകൂലമാക്കി മഴയത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നേരെ വാഴല വെട്ടിയ പാടത്ത് കൊണ്ട് വണ്ടിയിട്ട് വാഴലയിൽ അങ്ങോട്ട് മന്തി അങ്ങോട്ട് ഇട്ട് എന്റെ മോനെ നല്ല ചൂട് മന്തിയും മയോണൈസും ആ ചിക്കനും കൂട്ടി ആ പെപ്സിയെ കൂട്ടി അടിക്കാനായിട്ട് മോനെ കിട്ടണ സുഖം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. എണ്ണം തേക്കെങ്കിൽ പോരാളികൾ കൂടെയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. മയോണൈസ് ഒഴിക്കല് മാത്രമേ ഓർമ്മയുള്ളൂ, മന്തി തീരണ വഴി കാണൂല. എപ്പോഴും കടയിലും പോയി വീട്ടിലിരുന്ന് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥ വല്ല പാടത്ത് പുഴയുടെ അരികത്തൊക്കെ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ല, അത് നല്ലതാ. അത് മാത്രമല്ല ഇങ്ങനെ കഴിക്കുമ്പോൾ വേസ്റ്റ് കാര്യങ്ങൾ ഒരിക്കലും അവിടെ ഇട്ട് അവിടെ മലിനാക്കരുതട്ട. വന്ന് മന്തി മലയാളികൾ വികാരമായി മാറിക്കുന്നു. ഞാനൊരു ബിരിയാണി പ്രേമിയാണ്, അതോടുകൂടി തന്നെ മന്തി പ്രേമിയാണ്. ജീവിതത്തിൽ സന്തോഷം കിട്ടുന്ന ഒരു സമയം പോലും പാഴാക്കരുതട്ട. അത് ഭക്ഷണത്തിനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണം. അത്ര നാള് നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ. കൂടുള്ളവരെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാം. എന്തോരം നാൾ പറ്റണോ അത്ര നാൾ എൻജോയ് ചെയ്യാം. മന്തി കിട്ടിയ വടിവന്മാർക്കാണെങ്കിൽ വേറൊരാളെയും പരിചയമില്ലാത്ത പോലെ ഉണ്ട. തീറ്റയ്ക്ക് ഒരു കുറവുണ്ടായില്ല, ഞാനടക്കം. ഇത്രത്തോളം മഴ ആയതുകൊണ്ടും വെള്ളം കയറുന്നോണ്ടാണ് ദൂരേക്കെങ്കിലും പോകാത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു വൈബ് ആസ്വദിക്കാൻ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു. കള്ളന്മാരാണെങ്കിൽ ചെസ്റ്റ് പീസ് വേണം, ആ പീസ് വേണം എന്ന് ഇടിയൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും മാന്യരായി. ചില രീതിയിലൊക്കെ ആക്ടിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. ഫുഡ് കഴിക്കാൻ നല്ല സ്പോട്ട്, കാണാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് പോകും, ആസ്വദിക്കും. ഇതിൽ ഒരുപാട് പേര് കൂടെ ചേർക്കേണ്ട, അവരൊക്കെ ഓരോ വഴിക്ക് പോയതുകൊണ്ടാണ്. നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്ന എല്ലാ സമയം ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോകും. എന്തായാലും ഞങ്ങൾ മന്തി അയച്ച വീഡിയോ നിങ്ങൾ കണ്ടു. ഈ കമന്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മന്തിക്കടയുടെ പേരിടാം. ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടുന്ന മന്തിക്കടയുടെ പേരിന് ആരാണോ കമന്റ് ഇട്ടേക്കണേ അവനും അവന്റെ 2 കൂട്ടുകാർക്കും എന്റെ കൂടെ വന്ന് മന്തി കഴിക്കും. ഇഷ്ടമുള്ള ഷോപ്പിന്റെ പേരിടാം, ആ ഷോപ്പിൽ തന്നെ പോയി കഴിക്കൂട്ടാ. അപ്പൊ എങ്ങനെ ഞാൻ ഹാപ്പി, അവര് ഹാപ്പി. പഞ്ഞിക്കാരൻ പോണേ സുലാൻ.